ഹലോ ഗൈസ്, അപ്പോൾ GTA 5 പുതിയ വീഡിയോയിലേക്ക് എല്ലാ മച്ചവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊന്നിരിക്കും നമ്മുടെ GTA 5 നമ്മൾ ബാങ്ക് റോബറി നടത്താൻ പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ജ്വല്ലറി ഹേസ് നടത്തുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് 2 പാർട്ടായിട്ടാണ് ഇട്ടത്. അതുപോലെ തന്നെയാണ് ഈ വീഡിയോ, ഇത് 2 പാർട്ട് ഉണ്ടായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ നല്ല ടൈം എടുക്കും. അപ്പോൾ ജ്വല്ലറി ഹേസിൻ്റെ വീഡിയോ ചെക്കൗട്ട് ചെയ്യാത്തൊരു വേഗം ചാനൽ ചെക്കൗട്ട് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വേഷത്തിൽ പോയാൽ അവർ നമ്മളെന്തായാലും പിടിക്കും. അപ്പോൾ നമുക്കൊരു മാസ്ക് വെച്ചൊരു നല്ലൊരു ലുക്കിൽ പോകണം കേട്ടോ. ഈ വേഷത്തിൽ പോയാൽ നമ്മളവിടെ സ്വർണ്ണം മേടിക്കാൻ വന്നാൽ നോക്കി കേട്ടോ. നമുക്ക് നല്ല നൈസ് ഡ്രസ്സ് മാറാം. ഓക്കെ, നമ്മൾ ഗൈസ് ഫ്രാങ്ക്ലിന് വേറെ മാസ്ക് ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ആകെ ഉണ്ടാകുന്ന ഈ കൊറോണയുടെ മാസ്ക് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രാങ്ക്ലിൻ്റെ കൊച്ചമ്മയുടെ മോനെ ഒരു പരിപാടിക്ക് പോയപ്പോൾ കിട്ടിയ മാസ്ക് അത്. അപ്പോൾ നമ്മളെന്തായാലും ഇതെടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടെല്ലാവരും പേടിക്കുന്നു തോന്നുന്നു. സ്കള്ള് പോലത്തെ മാസ്ക്, പിന്നെ ഒരു കണ്ണടയും കിട്ടിയിട്ടുണ്ട്, അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ സൂപ്പർ കാർ എടുക്കുക. എങ്ങാനും പോലീസ് വന്നാൽ നമുക്ക് വേഗം ഓടി രക്ഷപ്പെടാൻ. നമ്മുടെ പോലീസ് പിടിക്കാണ്ടിരിക്കാൻ നമുക്ക് ശ്രമിക്കണം കേട്ടോ. അവർ പിടിച്ചാൽ പിന്നെ നമ്മൾ തീർന്നു. പിന്നെ നമുക്ക് പിന്നെ ബാങ്ക് റോബറി നടത്താൻ ഒരു കുന്തം നടത്താൻ പറ്റില്ല. വണ്ടി കയറട്ടെ കേട്ടോ. നമ്മുടെ ആദ്യത്തെ റോബ് എന്ന് പറയുന്നത് അതായത് ഒരു വില്ലേജ് ഏരിയയിലാണ് കേട്ടോ. അതായത് അവിടെ കുന്തതിൻ്റെ അടയ്ക്ക് പാട്ട് തലവൻ എടുക്കും. അതാ നമ്മുടെ ബാങ്ക് റോബറി എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെയാണ് കേട്ടോ നമ്മൾ നടത്താൻ പോണത്. ഇവിടെ വില്ലേജിൻ്റെ ഏരിയ ആയിട്ട് ഇവിടെ ആണോ? ഇവിടെ കാണാനില്ലല്ലോ. വില്ലേജിൻ്റെ ഒരു ബാങ്ക് ഉണ്ടായിരുന്നല്ലോ. ഈ ബാങ്ക് ഉണ്ട് ഗൈസ്. ഞാൻ ഈ തപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബാങ്കിലേക്കാണ് നമ്മൾ ആദ്യം പോകാൻ പോണത്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ബാങ്കാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അധികം പോലീസ് വരില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തെങ്കിലും അവിടെ പോയിട്ട് മോഷ്ടിക്കണം കേട്ടോ. എന്നിട്ട് പോലീസ് വരുമോയെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. അവരൊക്കെ നമുക്ക് വെടിവെച്ചിടാം കേട്ടോ. വേറെ വഴിയൊന്നുമില്ല. അവിടുന്ന് ഇത് സ്വർണ്ണം കിട്ടണമെങ്കിലൊക്കെ അവിടുത്തെ ആൾക്കാരെ നമുക്ക് ഭീഷണിപ്പെടുത്തേണ്ടി വരും. സ്വർണ്ണം മാത്രമല്ല കേട്ടോ, ഇവിടെ പൈസയൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ബാങ്കിൽ നിന്ന് കാട്ടണത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മോഷ്ടിക്കാൻ പോകുന്നത് കേട്ടോ. കുറച്ചുകൂടി ചെല്ലട്ടെ. നമ്മുടെ വണ്ടി നിർത്തിയിട്ട് ഓടാൻ വേണ്ടിയിട്ടൊരു സ്ഥലം വേണം. അപ്പം നമ്മൾ എടുക്കുന്നു, അവിടെ സാധനങ്ങൾ കൊള്ളയടിക്കുന്നു. പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഒറ്റ ഓട്ടം കേട്ടോ. പോലീസ് വരുമെന്നൊക്കെ എനിക്ക് നല്ല പേടിയുണ്ട് ഗൈസ്. നമുക്കെന്തായാലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്യട്ടെ, നൈസായിട്ട് അങ്ങോട്ട് പോവാട്ടോ. അതാകുമ്പോൾ നമുക്ക് വേഗം ഓടി ഒന്ന് കാർ എടുക്കാം. ഇവിടെ നമുക്ക് തോക്കെടുക്കട്ടെ, അല്ലെങ്കിൽ അവർ പേടിക്കില്ല. അവിടെ ആരടാ വാടാ, നമുക്ക് അകത്തേക്ക് കയറാൻ നോക്കാട്ടോ. ഓക്കെ, ഗൈസ് എല്ലാവരും നോക്കി, എല്ലാവരും സിറ്റ് ഡൗൺ. അല്ല, നമുക്ക് ക്യാമറക്ക് അടിച്ചു പറ്റട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഒരു പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും. ക്യാമറ ഇവിടെ ഇവിടെ ക്യാമറ ഉണ്ട്. ഇവിടെ നിന്ന് ക്യാമറ ആണല്ലോ. ഇവിടെ ഫയറിൻ്റെ ആണല്ലോ ഗൈസ്. ക്യാമറ അടിച്ച് പൊട്ടിക്കട്ടെ ഗൈസ്. ഞാൻ വിചാരിച്ച എന്തോ കാർഡ് കടന്നു തോന്നുന്നു പുറത്ത്. ഞാൻ അങ്ങനെ കാണിച്ചാൽ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല എന്ന് വെച്ചാൽ സാരി ലൈസ് നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. അല്ല, ഞാൻ അവിടെ ക്യാമറ ഈ ക്യാമറ അടിച്ച് പൊട്ടിച്ചില്ല. ഇത് ഈ ക്യാമറ പൊട്ടണില്ല കേട്ടോ, വേറെ സീനാണ്. ഇതിൻ്റെ അകത്ത് ക്യാമറ ഉണ്ടാവും. ഇതാണ് ടൈസ് ലോക്കറിന് തോന്നുന്നു. 2 ലോക്കറിന് ഇത് പൊട്ടാതുന്നത്. പൊട്ടിക്ക് യെസ് കേസ് തീർന്നിട്ട് ഇനി നമുക്ക് അവരെ ഭീഷണിപ്പെടുത്താം. നമുക്ക് ഇതിൻ്റെ ലോക്കൊന്നും അറിഞ്ഞുകൂടാ. അതാ എവിടെ മര്യാദയ്ക്കുവാ വഴി കാണിച്ച എന്നോട് തന്നെ. നീ എന്താ പേടിച്ചിരിക്കണം? ഇങ്ങോട്ട് ഇറങ്ങി എനിക്ക് വഴി കാണിച്ചാൽ തന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ഇറങ്ങി വാ ഐസ് ഒരു ഇറങ്ങി വരൂട്ടോ. അല്ല, അവിടെ ചേച്ചി ഒന്ന് ഇറങ്ങി വന്നേ. ഇത് എന്തുട്ടാണ് ഇറങ്ങിയില്ലാത്ത ഇത്ര നേരം? തുറക്ക് ചേച്ചി. അത് പുറത്തേക്ക് ഇറങ്ങിയത് ചേച്ചി, പുറത്തേക്ക് ഇറങ്ങിയിട്ടോ പോയത്. തുറക്ക് എന്നോട് പറയാണ്. എനിക്കറിയൂ, നീ തുറക്ക്. ഇല്ല, നമ്മളോട് തുറക്കാൻ പറയൂ. നമ്മളെപ്പോൾ തുറന്നെടുത്താനും. തുറക്ക് നോക്കട്ടെ. ഇല്ല, തുറന്നോ. ഇതിൻ്റെ അകത്തൊന്നുമില്ലല്ലോ. ഇവിടെ ലോക്കറുണ്ടല്ലേ, അത് പ്രത്യേകം പറയണം. തുറന്നോ. നമുക്ക് നൈസ് അത് കുത്തി പൊളി കേട്ടോ. നമ്മുടെ കയ്യിൽ ടൂള് ഇവിടുന്ന് ടൂള് കിട്ടാൻ കേട്ടോ. നമുക്ക് എന്തായാലും ടൂളൊന്നും എടുക്കട്ടെ കേട്ടോ. ഡ്രില്ല് പോലത്തെ സാധനം. ഓക്കെ, നമുക്ക് ഡ്രില്ല് കിട്ടിയിട്ട് നമ്മൾ തുളയ്ക്കാൻ തുളച്ചോ. എന്താ അകത്തേക്ക് കയറാത്ത? കുറച്ച് ഇത് നിറയെ ടൈം പിടിക്കട്ടെ. തുളച്ച് കയറാൻ. 4 ലോക്കുണ്ട്. ഈ 4 ലോക്കും പൊട്ടിച്ചാലേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. പൊളിക്ക്
പൊളിച്ചോ തന്നെ നല്ല ടൗണുള്ളത്. ഇത് പൊട്ടി വരും ഒന്നെങ്ങാനും. നല്ല സേഫ്റ്റി ഉണ്ട്. ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്. നല്ല കൊടുക്കത്തെ സേഫ്റ്റി ഉണ്ട്. ഇത് ഇന്നത്തെ പൊട്ടിക്ക് പോലീസ് വന്നിട്ട് 3 സ്റ്റാർ ഉണ്ട്. ഇത് വേഗം പൊളിച്ചാലേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇത് ഓണമെന്ന് കിടക്ക. ഇത് മുഴുവൻ അയ്യോണോണ്ട് നിർമ്മിച്ചാണ് കേട്ടോ. പോലീസ് ഇവിടെ എത്തനായിട്ടൊന്നും നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. പിന്നെ നമ്മളെ പെട്ടും. രണ്ടാമത്തെ പൊട്ടിയില്ല. രണ്ടെണ്ണം കൂടെ ഉള്ളു. കമോൺ വേഗം കുറച്ച് ബലം ഉപയോഗിക്ക്. പൊട്ടിക്ക് വെച്ചത് പാല് പാക്കറ്റ് പൊട്ടിക്കണ പോലെ കേട്ടോ. ഇത് നല്ല പണിയുള്ള ഇത്. മൂന്നാമത്തെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. പൊട്ടണമെന്നില്ല. ഒരെണ്ണം കൂടെ ഉള്ളു. കമോൺ ഫ്രാങ്ക്ലിൻ, കമോൺ, എന്നെ കൊണ്ട് പറ്റൂ. ഇതും കൂടി പൊട്ടിയാൽ നമുക്ക് എടുക്കാട്ടോ. നമുക്ക് സൈഡിലൊക്കെ നമ്മുടെ കാശിൻ്റെ എമൗണ്ട് കാണാൻ പറ്റും. ഡോളറിലാണ് കേട്ടോ. ഒരെണ്ണം പൊട്ടിയസ്. കുറച്ചും കൂടെ ഉള്ളു. അതും കൂടെ ബ്ലാക്ക് സാധനം കൂടി. കഴിഞ്ഞോട്ടെ. നമ്മളെന്നാലും വാരാൻ പോവാണ്. നമ്മൾ ആയുധം മാറ്റിയിട്ട് ഇത് ചൊറ്റ വടിക്ക് പൊട്ടി തീർച്ചോളും. നല്ല നൈസ്. നമുക്ക് 612,000 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല തുറന്നോ പോലീസ് വരാറുണ്ട് കേട്ടോ. ആരാളെ പറയാനുള്ള നമുക്ക് പേടിച്ച് താഴെക്കിടന്ന് ഉറങ്ങാട്ടോ. കാറി കയറി പോലീസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അവർ പേടിച്ച് വെച്ചുകൊണ്ടിരിക്കണം. എനിക്ക് തരാട്ടാ. നമ്മൾ ഈ ബാങ്ക് മാത്രം നമ്മുടെ ലോസ് ആൻഡോസിലെ എല്ലാ ബാങ്കും നമ്മൾ മോഷ്ടിക്കാൻ പോകാൻ കേട്ടോ. പാർട്ട് 2 ആയിട്ട് അതുകൊണ്ടാണ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ബാങ്ക് കൂടി കൊള്ളടിക്കും കേട്ടോ. അല്ല അവൻ എത്ര സ്വന്തം വെട്ടിക്കുന്നു. നീ പോലീസ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പോലീസ് ഇവരാകെ അടുത്തുള്ള പോലീസിനെ വിളിച്ചിട്ടുള്ളൂ. ഇവരിനി സിറ്റിയിലെ പോലീസിനൊക്കെ വിളിച്ച പക്ക സീനാവും കേട്ടോ. ഓക്കെ അവിടെ ഞാൻ പറഞ്ഞില്ല അവർ സിറ്റിയുടെ പോലീസിനെ വിളിക്കുന്നത്. അവിടെ 4 സ്റ്റാർ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സിറ്റീൻ്റെ പോലീസിനെ വിളിച്ച ഒടുക്കത്തെ സീനാട്ടോ. അവർ പിന്നെ നമ്മുടെ കാറ് ഇങ്ങോട്ടും നീക്കില്ല. അതാണ് കേട്ടോ. വീട്ടിൽ വെച്ച കൊള്ളൂല. കണ്ടേസ് ഇവർ നമ്മളെല്ലാവരും ടാർഗറ്റ്, നമ്മുടെ വണ്ടിയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുക. അത് മെയിൻ സാധനം. 4 സ്റ്റാറൊക്കെ കണ്ടിട്ടാ. ഭഗവാൻ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം. അവിടെ സൈഡിൽ ബീച്ച് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ബീച്ചിക്ക് പോകാം. അതാകുമ്പോൾ അവിടെ അങ്ങോട്ടും ഓടി കളിക്കാം. റേസിംഗ് കാറിന് സ്പീഡ് കൂടുതലായതുകൊണ്ട് കുറച്ച് സീനുണ്ട് ഓടിക്കാൻ. എനിക്കിതാ വഴിയിലൊക്കെ നിറച്ച് പോലീസ് കിട്ടാതെ. മറ്റേ വാനൊക്കെ ഉണ്ട് വരാൻ. എന്തൊക്കെയോ ഒരു മണ്ടന്മാരായിട്ട് ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. വെടി വെച്ചില്ല. പേരാണ് ആരെ പോട്ടെ. പോലീസുകാർ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് പോയാൽ മതിട്ടോ. ആദ്യം ഒരു വഴി വന്ന് നമ്മുടെ പുറകിലും മുന്നിലും സൈഡിലൊക്കെ ആയിട്ട് പോലീസുണ്ട്. ഈവൺ ഈ ബ്രിഡ്ജിൻ്റെ മേലെ വരെ ഉണ്ട്. ഇതാ അവിടെ അറ്റത്തുറന്ന് കിടക്കണ്ടല്ലോ. ബൈ. നൈസ്. കൺട്രോൾ നേരെ പോട്ടെ. ഇനി നമുക്ക് നേരെ റിവേഴ്സ് അടിച്ചു പോവാം. ഹെലികോപ്റ്ററൊക്കെ കണ്ടിട്ടോ. അയ്യോ പെട്ടു. 2 വാനൊക്കെ എടുത്ത്. ഏതാണോ ഈ വാനൊക്കെ ചോദിച്ചോ. പെട്ടു വണ്ടി. അത് അതിൻ്റെ ഇടയ്ക്ക് നിറയണം. ഇവിടെ പക്ക ബ്ലോക്ക്. നമുക്ക് ഈ റോട്ടിൽ കയറാം. മണ്ടന്മാരാവി പോയി ഇടിച്ചു. ഇവിടെ പോലീസ് ഉണ്ട്. ഇപ്പോൾ കാണാനാട്ടെ. ഈ വഴിയിലും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒറ്റത്തോടെ കാണാണ്ട്. എൻ്റെ ഈ വണ്ടിക്ക് കൊടുക്കത്തെ പോറാണ്ടോ. പക്ഷെ അതിന് ബ്രേക്ക് ഇല്ലാന്നുള്ളൂ. അതോട് സീനില്ല. ഇല്ല വാടെ നിൽക്കുന്ന ഞങ്ങളെ പിടിക്കാൻ പറ്റില്ല. അല്ല പിന്നെ നമ്മുടെ പുറകെ നിൽക്കണു. നമ്മൾ പോലീസ് വണ്ടീനെ കേട്ടോ. ചുറ്റും വളഞ്ഞേക്ക് ഒറ്റ ഏരിയയിൽ നമ്മുടെ പുറകെയായിട്ട് 4 എണ്ണം. അത് ഒറ്റ ഏരിയയിൽ കേട്ടോ. മാപ്പിൽ എത്ര 7-8 എണ്ണമൊക്കെ ഉണ്ട്. നമുക്ക് ഈ ബീച്ചുകൾ വഴിയാണ് ഞാൻ തപ്പണ. ഇതാണ് ടേസ്റ്റ് ബീച്ചുകൾ. നമുക്കെന്താ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കാം. പക്ഷേ റിവേഴ്സടി ഇവിടെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്ററൊക്കെ ഉണ്ട്. അത് മൊത്തം സീനൊക്കെ പടെങ്കിലും നല്ല ബോട്ട് എടുത്ത് പോയാലോ നമുക്ക്. അതാകുമ്പോൾ കടലിലാകുമ്പോഴേ അവർക്ക് അത്ര സ്പീഡ്. ചേച്ചിമാർ സ്വർഗം കണ്ടുണ്ടോ കേട്ടോ അവിടെ. അവനൊക്കെ ഇടിച്ചില്ല. വഴിയിൽ നിന്ന് മാറി ആൾക്കാർ വരണുണ്ടില്ലേ. ഇവരൊക്കെ വഴി മൊത്തം കണക്കാണ്. നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും ഒരു ഇത് കിട്ടും. ബോട്ട് അങ്ങോട്ട് കിട്ടും. ഈ വഴി പോകാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. പെട്ടു.
ഓ തിരി ഇവിടുന്ന് ഓ തട്ടിരി തൂണായോണ്ട് നിറച്ച് ബുദ്ധിമുട്ടാണ്. അതിനൊക്കെ പോലീസുകാർക്കും പറ്റില്ല ചേട്ടാ അതിൻ്റെ ഇടയിൽ. നമ്മളെ പോകെ പാവങ്ങള് മുന്നേ ഒന്ന് പെട്ടാട്ടാ. സ്പീഡ് കാരണം നമുക്ക് ബ്രേക്കൊന്നും കിട്ടില്ല. അതാ സൈഡിലും മുന്നിലും കൂടുതൽ ആൾക്കാരൊക്കെ പറഞ്ഞു വിടുക. അതുകൊള്ള കോട്ടയൊക്കെ നമ്മൾ അടിച്ച് പൊട്ടിച്ച് പാരച്ചൂട്ടാക്കി വിടാൻ കേട്ടോ മേലേക്ക്. ആൾക്കാർക്ക് അവിടെ സുഖിച്ച് കിടക്കാം. നമ്മളവരെ തലേൻ്റെ മേലെ കൂടെ പൊടിക്കും. മീൻസ് നമുക്ക് ബോട്ട് കിട്ടുമോ നോക്കട്ടെ. ഇവിടെ ബോട്ട് കാണാനില്ല അതിൻ്റെ ഇടയ്ക്ക്. മറ്റേ വേറെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടല്ലോ അതവിടെ. പക്ഷെ വണ്ടി വെള്ളത്തിൽ പോയി. ഓ കയറി ഭാഗ്യം. മീൻസ് നമ്മുടെ ബോട്ട് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അറ്റത്താണ് സ്പീഡ് ബോട്ട് കിടക്കുക. നമുക്ക് എന്തായാലും ഈ സ്പീഡ് ബോട്ട് എടുത്തിട്ട് പോകട്ടെ. ഇല്ലെങ്കിൽ ഇതിന് നല്ല സ്പീഡുള്ള വണ്ടിയല്ല. സ്പീഡ് ബോട്ട് എടുക്കുമ്പോൾ അപ്പം അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നേക്കണം. പക്ഷേ ഭയങ്കര പണിയാണല്ലോ വയസ്സ്. ഈ വഴി ഓടിച്ച ഹെലികോപ്റ്ററൊക്കെ 2 ഹെലികോപ്റ്റർ അവർ ഡ്രിഫ്റ്റൊക്കെ അടിച്ചിട്ട് വഴി മുടക്കാറ്. എങ്ങനെ നമ്മൾ നിർത്തിയാൽ മതി എന്നുള്ള അവർ വണ്ടി പോലെ ഇടിച്ച് പൊട്ടിക്കുക. അത് അവരുടെ കാറ് കേടാവണമെന്ന് നോക്കില്ലേ. ഓ വല്ലാത്ത ജാതി പോലീസ് ഇവിടെ. എവിടെ പോയാലും പോലീസാട്ടോ. ഇവിടെ ബീച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോയാൽ നമ്മളങ്ങോട്ടും ഓടിച്ച് കളിക്കാൻ കേട്ടോ. അങ്ങനെയെങ്കിലും പോട്ടേന്ന് വെച്ചിട്ട് ബാധ പോലെ കയറി വന്നാൽ പോവില്ല. പിന്നെ നീ വന്നു നമ്മൾ വെള്ളത്തേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. ഈ ബോട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ബോട്ട് അറ്റത്തല്ല കൈസ്. അയ്യോ എന്താ നീ വഴി മുടക്കണം ഇല്ല. പിന്നെ ഈ ബോട്ട് അറ്റത്തുള്ള. ഇപ്പോൾ അവിടെ പോലീസ് ഇല്ല. പോലീസ് നമ്മുടെ സൈഡിലുള്ളൂ. അവിടെ പോലീസ് ഇല്ല. നമുക്ക് ഒറ്റയടിക്ക് ചാടി കയറി എടുക്കട്ടെ നമ്മുടെ വണ്ടി. അതന്നെ നമുക്കൊരു ഗുണമുള്ള. നമുക്ക് ഈ നമ്മുടെ വണ്ടി ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ വണ്ടി വെക്കാട്ടെ. നമുക്ക് ഓടിപ്പോയി എടുക്കാം. ഓടിക്കോ കയറി വെടി കിട്ടല്ലേ. എങ്ങനെയും ബോട്ട് എടുക്കുവാണല്ലോ കേട്ടോ. ഈ ഫ്രാങ്ക്ലിനെ കയറ് മണ്ടൻ. ഇവൻ എന്തുട്ട് കാട്ടണ കയറിക്കോ ഗൈസ്. പിന്നെ ഇനി ഒരു ഹെലികോപ്റ്റർ പുറകിലുണ്ട് ഗൈസ്. നമ്മൾ കാത്തിട്ട് നമ്മൾ ചാടി തവള പോകണമെങ്കിൽ കൊണ്ടിരിക്കുക. അവിടെ പോലീസ് എന്താ ഹെലികോപ്റ്റർ കൊണ്ടൊക്കെ കേട്ടോ വരണം. അവർക്ക് വെടി കിട്ടിയാലും പോവില്ലേ. അവരെ ചാടുമ്പോൾ ഉന്നം വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. വണ്ടി തിരിക്കും. അയ്യോ വണ്ടേ വാടാ. നമ്മൾ വെടിയപ്പാണ് കേട്ടോ. അവർ അവിടെ നിന്ന് ഓടിക്കും, നമ്മൾ ഇവിടുന്ന് ഓടിക്കും. എന്താ നോക്കും സത്യം പറഞ്ഞാൽ ഇവിടെ മഴ ഉള്ളതുകൊണ്ടേ നല്ല എൻ്റെ ശബ്ദം ക്ലിയർ ആവണമെന്ന് പറഞ്ഞുകൊണ്ട് മഴയുള്ളതുകൊണ്ട് മഴയുടെ സൗണ്ട് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഹെലികോപ്റ്റർ അത് നോക്കി അവരെ എയിം നോക്കി നമ്മൾ ചാടുമ്പോൾ അടക്ക പോവും. ഇതാട്ട കൊള്ളൊന്നുമില്ല. വെടി വെച്ചിട്ടാട്ട പൊട്ടും. അതുമില്ല. ഇവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് അടിക്കണ്ട. അവർ ഒളിക്കാനൊരു സ്ഥലം കിട്ടിയ നന്നായിരുന്നു. ഇവരെ എങ്ങനെയും രക്ഷപ്പെടാമെന്ന് ഇപ്പോൾ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ റോബറി നിർത്തില്ല കേട്ടോ. അടിച്ച് മാറ്റിയിട്ടേ പോകുള്ളൂ. ഇതൊക്കെ നമ്മൾ ചാടുമ്പോൾ ഉന്നം വരുന്നുണ്ട്. ഉള്ളിൽ അത് ഭയങ്കര അവസ്ഥയാണ് കേട്ടോ. നമ്മളെ ചുറ്റും പറഞ്ഞു കേട്ടോ. ബോട്ടിലൊക്കെ പോലീസുകാരനെ. നമുക്ക് ഒളിക്കാനൊരു സ്ഥലം വേണം. ഇവിടെ എവിടെയെങ്കിലും നോക്കണം. ഓക്കെ നമ്മൾ നേരത്തെ വണ്ടി ഒരു സ്ഥലത്ത് നമ്മൾ ഒളിക്കാൻ കയറിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസുകാർ നമ്മളെ കിട്ടാണ്ട് ഇപ്പോൾ അവർ ഇവിടെ ഇല്ല. എന്തായാലും വൈകുന്നേരം ആവാറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കിടക്കണതാണ് സേഫ് എന്ന് തോന്നുന്നു. നമ്മൾ രാവിലെ അതിനെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭാഗ്യം ഗൈസ്. നമ്മുടെ പോലീസൊന്നും പിടിച്ചിട്ടില്ല. അങ്ങനെ വണ്ടി ഇവിടെ ആരും കണ്ടിട്ടില്ല കേട്ടോ ഭാഗത്തിന്. പോലീസുകാർ ഇപ്പോൾ സിറ്റി മുഴുവൻ നമ്മളെ തപ്പുണ്ടാവും. രാത്രിയായതുകൊണ്ട് അവർ വിട്ടാണോ ഗൈസ്. നമുക്ക് നമ്മുടെ അടുത്ത ബാങ്കിലേക്ക് പോകട്ടെ. നമ്മൾ വീട്ടില്ല ഗൈസ്. നമ്മൾ എടുത്തിട്ടേ പോവുള്ളൂ. ലോസ് ആൻഡോസ് മുഴുവൻ നമ്മൾ കവർന്നിട്ടേ പോവുള്ളൂ. അവരെല്ലാവരും പൈസ നമ്മൾ എടുക്കും. എല്ലാവരും നമ്മൾ എടുത്തിട്ടേ പോവുള്ളൂ. എല്ലാവരും ഇവിടെ ആ ബീച്ചിൽ ഇപ്പോൾ ആരും ഇല്ല കേട്ടോ. രാവിലെ ആയതുകൊണ്ട് ഒറ്റ ആളും ഇല്ല ഇവിടെ. രാവിലെ ആയി വരണമല്ലോ. നമ്മൾ നേരത്തെ എണീറ്റിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പോലീസ് പിടിക്കും, പണി കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നീങ്ങിക്കട്ടെ. എനിക്ക് ഇവിടെ നിൽക്കത്ര സേഫ് അല്ല. ഓപ്പൺ ഏരിയ ആയതുകൊണ്ടേ
അവിടെ നീങ്ങിക്കട്ടെ. ഇവിടെ മൊത്തം സീനാട്ടോ ഗൈസ്. പണി എന്നൊക്കെ വെച്ചാൽ ഒടുക്കത്തെ പണി. അറ്റത്ത് വണ്ടികളൊക്കെ കാണാനുണ്ട്. നമ്മളിപ്പോൾ ന്യൂസിലൊക്കെ നമ്മൾ ഫേമസ് ആണ് കേട്ടോ ഗൈസ്. ഫേമസ് ആയിട്ട് നമ്മൾ ഇരിക്കണം അവിടെ. ഓ രാവിലെ ആവാനില്ലല്ലോ. രാവിലെ ആയാലും കേട്ടോ ബാങ്ക് തുറക്കുള്ളൂ. അതങ്ങനെ ഓരോ സീനുണ്ട്. അത് നമുക്ക് കാത്തിരിക്കാം. രാവിലെ ആവണവരെ നമുക്ക് പിടിച്ചെന്നാൽ മതി കേട്ടോ. രാവിലെ ആയിക്കഴിഞ്ഞാൽ പോണു എടുക്കണു നമ്മൾ നേരെ വരുന്നു. ഇല്ലെങ്കിൽ അപ്പം പോലീസ് നമ്മൾ അവിടെ കയറി വിളിക്കാനാണ് ഓഫീസ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ബാങ്ക് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ആ ബാങ്കിലേക്കുള്ള വഴി ഈ വഴി അങ്ങാണ്ടാണ് കാട്ടണത്. ഓ വണ്ടിക്കാർ സീൻ. നമ്മൾ കാറ് മാറ്റണത് സേഫാണ്. പക്ഷേ വേറെ കാറിനൊന്നും ഇത്ര സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റാത്തത്. ഈ കാർ ഇപ്പോൾ ഫേമസ് ആയി ഉണ്ടാവും ന്യൂസിലൊക്കെ വന്നിട്ട്. അപ്പം നമ്മുടെ ബാങ്ക് ഇതാ എവിടെയാണ് കേട്ടോ നമ്മുടെ ബാങ്ക്. ഇതവിടെ അടുത്ത് എത്താറായിട്ടുണ്ട്. ലെഫ്റ്റോട്ട് അടിച്ചെത്തി. ഈ വഴിയെത്തി നൈസായിട്ട് തെറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് റിവേഴ്സ് അടിക്കട്ടെ. സ്പീഡിലങ്ങ് മെയിൻറ്റേജ് വന്നപ്പോഴേ അങ്ങനെ വഴി തെറ്റിപ്പോയി ഗൈസ്. ഈ വഴി പോകാൻ പറ്റുമോ? അവിടെ കണ്ട ഈ വഴി പോകാൻ പറ്റുന്നു കേട്ടോ. നമുക്ക് ഈ വഴി ഷോർട്ട് കട്ട് എടുക്കണം ഗൈസ്. ഇതാണ് എളുപ്പം. അത് നേരെ അതിൻ്റെ മുന്നിലേക്ക് എത്തിക്കോളും ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത ബാങ്ക് എന്ന് പറയുന്നത് ഈ ബാങ്കാണ്. ഈ ബാങ്ക് വലിയ ബാങ്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഇത് അവിടെ അടുത്ത ബാങ്കാണ്. ഇവിടെ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ ഗൈസ്. നമ്മൾ ഇതും കൂടി കൊണ്ടിട്ട് നമ്മൾ പോകുള്ളൂ. അപ്പോൾ തോക്കെടുക്കട്ടെ കേട്ടോ. ഓക്കെ നമ്മളിത് നമ്മുടെ കയറാൻ പോകട്ടോ. എല്ലാവരും താഴെ കിടക്ക് ഹാൻഡ്സ് അപ്പ് ഗൈസ്. നമ്മുടെ തോക്കാണെങ്കിൽ ഉണ്ട പൊട്ടി പൊളിഞ്ഞിട്ട് അങ്ങനെ ഓരോ സീനുണ്ടായിട്ട് എന്താടാ എവിടെടാ ഈ തോക്കെടുക്കണ സേഫ് കേട്ടോ. ഇതാകുമ്പോൾ ഒറ്റ വെടിക്ക് പൊട്ടും. ഗൈസ് ഒറ്റ വെടിക്ക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ അടുത്ത ക്യാമറ എവിടെ? അതാ ഈ ക്യാമറ കേട്ടോ. അടുത്ത് പൊട്ടിച്ചോ കറക്റ്റ് അല്ല ഗൈസ്. അടുത്ത രണ്ടും ഒരുമിച്ച് പൊട്ടിയ ഗൈസ്. ഇതിൻ്റെ ഒരു പവർ കാരണേ. ഇതിൻ്റെ അകത്ത് ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് മെയിൻ ക്യാമറ. ഇത് പൊട്ടിച്ചില്ലെങ്കിൽ നമുക്ക് പക്കാ പണിയാണ്. പൊട്ടിച്ചോ ഇല്ല ഗൈസ്. ഇതും കൂടി തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആൾക്കാരെ ഭീഷണിപ്പെടുത്താം. നമ്മൾ ഭീഷണിപ്പെടുത്താൻ പോട്ടെ. എവിടെ ചേച്ചി എന്ത് നോക്കിക്കണം എടുത്ത പിന്നെ മര്യാദയ്ക്ക് തുറന്നോ. എന്ത് നീ നോക്കിക്കണം നിന്നോടെ കമോ എടുക്ക്. പിന്നെ തുറന്നു ഞാൻ തന്നെ വെറുതെ വിടാം. ഇനി ഞാൻ തന്നെ വെട്ടി വെച്ച് പോലും ഇല്ല ഗൈസ്. തുറന്നേരനുള്ളൂ കേട്ടോ. എന്ത് തുറക്കത്ര അവർ നമ്മളെ പേടിച്ച് കൂട്ടിയിട്ടേക്കാണ് കേട്ടോ. അതങ്ങനെ പറയണം. ഇത് തുറക്ക് നോക്കിക്കണ്ട. ഇല്ല തുറന്നോ അല്ല ഗൈസ്. തുറക്കാൻ പറയണ്ട. എന്നോട് പാസ്വേഡ് പറയേണ്ട ആവശ്യമില്ല. നീ തന്നെ തുറന്നാൽ മതി. നമ്മളോട് പാസ്വേഡ് പറയാൻ നോക്കി. തുറന്നോ അല്ല ഷോ തുറക്കും ഗൈസ്. തുറക്ക് എൻ്റെ അകത്തും കൂടി തുറന്നോ. നോക്കണം എന്തിനാണ് ഗൈസ്. ഓ ഗൈസ് അവിടെ ഗോൾഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ. യെസ് അല്ല ഞാൻ നോക്കിയ സാധനം ഇതാണ് കേട്ടോ. ഗോൾഡ് വാരി എടുക്കട്ടെ ഗൈസ്. അല്ല എൻ്റെ ഗോൾഡൻ ബിസ്ക്കറ്റാണ് കേട്ടോ. അങ്ങനെ വാരി എടുത്തോണ്ട് ഗൈസ്. നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് വാരി എടുക്കണ പോലെയാണ് കേട്ടോ ഗോൾഡൻ ബിസ്ക്കറ്റ് എടുത്ത് വാരിക്കൊണ്ട് നിൽക്കണത്. എൻ്റെ അമ്മ ഇത് ഗൈസ് നിങ്ങൾക്ക് സൈഡിൽ നോക്കി കാണാം കേട്ടോ. അതാ $7,000 700 700,000. ഇതും കൂടി വാരി നമുക്ക് 1 million ആവും. 1 million കമോൺ കുറച്ചും കൂടെ ഉള്ളൂ തന്നെ. കമോൺ 1 million യെസ് ഗൈസ്. നമുക്കാണ് 1 million കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന്. അല്ല നമുക്ക് ഇവിടുന്ന് 1 million കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രക്ഷപ്പെടാം കേട്ടോ. പോലീസുകാർ വന്നിട്ടുണ്ട്. 3 സ്റ്റാർ വന്നിട്ടുണ്ട്. അവർ സിറ്റി പോലീസിനെ വിളിച്ചേ. താങ്ക് യു എല്ലാം പിന്നെ ഗൈസ്. എവിടെ നീ എന്താ ഇവിടെ കിടക്കണോനെ മാരെ. അവിടെ പോലീസ് അവിടെ ഒട്ടിച്ചോ. ഇവരെ വണ്ടി എടുത്തു പോകാം. നമ്മുടെ വണ്ടി അവർ ട്രാക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി അവർ കൊണ്ടുപോയി. നമുക്കിനി ഈ വണ്ടി രക്ഷയുള്ളൂ. നീ അവിടുന്ന് നമ്മുടെ വണ്ടി പോയിട്ടോ ഗൈസ്. നമ്മുടെ
വണ്ടി അവർ എടുത്തോണ്ട് പോയി. നല്ല വിലയുള്ള വണ്ടിയായിരുന്നു ഗൈസ്. പക്ഷേ നമുക്ക് ഞാൻ വണ്ടി കിട്ടില്ലല്ലോ ഗൈസ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിക്കാനൊരു സ്ഥലം വേണം കേട്ടോ. ഓക്കെ, എവിടെ പോയി ഒളിക്കാൻ എനിക്ക് കിട്ടിയില്ലല്ലോ. വല്ല മല അങ്ങാണ്ടുണ്ടോ അവിടെ? അതാകുമ്പോൾ കുറച്ച് പണി കിട്ടും. ഇവിടെ മഴ പെയ്യണോണ്ടേ സൗണ്ട് ചെറുതായിട്ട് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അത് ചിലപ്പോൾ നെറ്റിൻ്റെ ഒക്കെ ഇഷ്യൂ വരും. അതാ ലോസ്റ്റ് പണി കിട്ടിയിട്ടാണ് ഇരിക്കണേ. ഹോപ്പ് ലോസ് ചെയ്യാനിപ്പോൾ. സോ ഗൈസ് ഇതാ നമ്മളിവിടെ എങ്ങനെയൊക്കെ പോലീസ് ഗൈസ്. നമുക്ക് ഇവരിപ്പോൾ നമ്മളെ പിടിക്കില്ല. കാരണം നമ്മൾ പോലീസ്മാനിൽ ആംബുലൻസ് ഇട്ടിട്ടാണ്. പോലീസ്മാനിന് മറ്റേ സൈറൻ പോലത്തെ സാധനം ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോണത്. അതുകൊണ്ട് വലിയ സീനില്ല. അപ്പോൾ അവർക്ക് നമ്മളറിയില്ല. അപ്പോൾ അവിടെ നെക്സ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടാണ് കേട്ടോ വരാൻ. ഗൈസ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം കേട്ടോ ഗൈസ്. ഇതിൻ്റെ പാർട്ട് 2 അത് നമ്മൾ ബാക്കി എല്ലാ ബാങ്കും ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ഇട്ട് ഇടുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ.